ഹായ് എവ്രി വൺ. ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡിൻ്റെ 9th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സ് സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. നമുക്ക് കുറച്ചധികം ടോപ്പിക്സ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ബ്രോഷറിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ്. ഫസ്റ്റ് വൺ ഇസ് പെയർ ഓഫ് ഇക്വേഷൻസ്, സെക്കൻഡ് വൺ ഇസ് പോളിനോമിയൽസ്, തേർഡ് വൺ ഇസ് ന്യൂ നമ്പേഴ്സ്, ഫോർത്ത് വൺ ഇസ് ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ, fifth one is circle measures and parts of circles, and sixth one surface area and volumes, seventh one triangles, and eighth one is quadrilaterals. നമുക്ക് ഈ ഓരോ ടോപ്പിക്കും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഈ ഓരോ ടോപ്പിക്കിലും പഠിക്കേണ്ടതെന്ന്. ഫസ്റ്റ് ടോപ്പിക് പെയർ ഓഫ് ഇക്വേഷൻസ് ആണ്. അപ്പോൾ ലീനിയർ ഇക്വേഷൻസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്താണെന്ന് നമുക്കറിയണം. അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഗ്രാഫിക്കലി ആൽജിബ്രൈക്ക് ഇത് ഗ്രാഫിക്കലി ഓർ ആൽജിബ്രൈക്കലി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇതിൻ്റെ സൊല്യൂഷൻ്റെ ഒരു ടൈപ്പ് എങ്ങനെയാണ്, അത് യുണീക്ക് ആണോ അല്ലെങ്കിൽ മോർ ദാൻ വൺ സൊല്യൂഷൻ ഉണ്ടോ, നോ സൊല്യൂഷൻ ആണോ, അതെങ്ങനെയാണ് ഇതിൻ്റെ കോഎഫിഷ്യൻസിൽ നിന്ന് എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. വേർഡ് പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കാം. അതിൽ നമുക്ക് ഈ പറയുന്ന രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യേണ്ടി വരും. ഇക്വേഷൻസ് ഫോം ചെയ്ത് അതിനെ സോൾവ് ചെയ്ത് ആൻസറിലേക്ക് എത്തണം. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്, ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. സെക്കൻഡ് ടോപ്പിക് പോളിനോമിയൽസ്. പോളിനോമിയൽസിൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ടൈപ്പ് ഓഫ് പോളിനോമിയൽസ് നമുക്കറിയാം. മോണോമിയൽ ഉണ്ട്, ബൈനോമിയൽ ഉണ്ട്, ട്രൈനോമിയൽ ഉണ്ട്. അങ്ങനെ ഡിഗ്രിയുടെ കൺസെപ്റ്റാണ് നമുക്കറിയേണ്ടത്. ഡിഗ്രി വെച്ചിട്ട് പോളിനോമിയൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പോളിനോമിയൽസിലെ ബേസിക് ഓപ്പറേഷൻസ് വിച്ച് ആർ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. പോളിനോമിയൽസിലെ ബേസിക് ഓപ്പറേഷൻസ് ആണ് ഇതെല്ലാം. ഈ ബേസിക് ഓപ്പറേഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം പറഞ്ഞ പോലെ തന്നെ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണെന്ന് അറിയാം. ആൻഡ് സീറോ ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ ഓഫ് എ പോളിനോമിയൽ, എഫ് ഓഫ് എക്സ് സീറോ ആവുന്ന പോയിൻറ്റ്സ് എക്സ് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കണം. ആ സീറോയ്ക്ക് എന്താണ് ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ ജോമെട്രിക്കിലെ ആ സീറോയുടെ പ്രത്യേകത എന്താണ് സീറോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് റിമൈൻഡർ തിയറം ആൻഡ് ഫാക്ടർ തിയറം. നമ്മളിപ്പോൾ എക്സ് മൈനസ് എ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പോളിനോമിയൽ ഉണ്ട്, പി ഓഫ് എക്സ് ഉണ്ട്. ആ പി ഓഫ് എക്സിനെ എക്സ് മൈനസ് എ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ റിമൈൻഡർ? ഇതാണ് റിമൈൻഡർ തിയറം പറയുന്നത്. റിമൈൻഡർ എന്താണെന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് പി ഓഫ് എ ആയിരിക്കും റിമൈൻഡർ. ഇനി പി ഓഫ് എ സീറോ ആണെങ്കിൽ ഫാക്ടർ തിയറം അതാണ് പറയുന്നത്. പി ഓഫ് എ സീറോ ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ പി ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും എന്ത്? എക്സ് മൈനസ് എ എന്ന് പറയുന്നത്. ഇതാണ് റിമൈൻഡർ തിയറം ഫാക്ടർ തിയറം വരുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫാക്ടറൈസേഷൻ, പോളിനോമിയൽസ് ഫാക്ടറൈസ് ചെയ്യാൻ അറിയണം യൂസിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. നമുക്ക് ഒന്നിലധികം മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ പോലും, ബൈനോമിയൽ ആണെങ്കിൽ പോലും, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ നമുക്കതിൻ്റെ കോമൺ ടേംസ് ഒക്കെ നോക്കി അല്ലെങ്കിൽ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ പല രീതിയിൽ നമുക്ക് ആ ഒരു പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതാണ്, പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഫാക്ടറൈസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഫാക്ടേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനും അതിനെ ഫാക്ടറൈസ് ചെയ്യാനും എല്ലാം അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക്ക് ന്യൂ നമ്പേഴ്സ്. നമ്മളിവിടെ പറയുന്ന നമ്പർ സിസ്റ്റം നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്ക് ഇൻറ്റിജേഴ്സ് അറിയാം, ഓൾ നമ്പേഴ്സ് അറിയാം, നാച്ചുറൽ നമ്പേഴ്സ് അറിയാം, റാഷണൽ നമ്പേഴ്സ് അറിയാം. ഇറാഷണൽ നമ്പറും കൂടി ഈ ഒരു ലെവലിൽ 9th ലെവലിൽ വരുമ്പോൾ ഇറാഷണൽ നമ്പറും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇറാഷണൽ നമ്പർ ക്ലോഷർ പ്രോപ്പർട്ടി നമുക്ക് ചെക്ക് ചെയ്യാൻ അറിയണം. ദാറ്റ് മീൻസ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഇറാഷണൽ ആയിരിക്കുമോ, ഇറാഷണൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറാഷണൽ ആയിരിക്കുമോ. ആൻഡ് ദെൻ പിന്നീട് ചോദിക്കാവുന്നത് സം ഓഫ് ഇറാഷണൽ നമ്പർ ഇറാഷണൽ ആണോ, നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് വൺ ഇറാഷണൽ നമ്പറിന് വേറൊരു ഇറാഷണൽ നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തതിന് അത് ഇറാഷണൽ ആണോ, ഇതെല്ലാം നമുക്ക് ഓൾവേസ് പറയാൻ പറ്റുമോ, ഇറാഷണൽ ആണോ എന്ന് പറയാൻ പറ്റുമോ. അങ്ങനെ അതിൻ്റെ റാഷണൽ നമ്പേഴ്സിൻ്റെ ഒരു ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിനുശേഷം നമ്മൾ റിയൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടി മൊത്തത്തിൽ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സ് അറിയിക്കണം. പല ടൈപ്പ് നമ്പേഴ്സ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൽ ഇപ്പോൾ റാഷണൽ നമ്പർ തന്നെ തന്നാലും അതെങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് അതിനൊരു കണ്ടിന്യൂഷൻ പോലെ തന്നെ വരുന്നൊരു ടോപ്പിക്കാണ് ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ. ഇറാഷണൽ നമ്പേഴ്സ് എങ്ങനെയാണ് നിങ്ങൾ
മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആസ് ഐ സെഡ് അതിൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടി നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി റാഷണൽ നമ്പേഴ്സിന് എങ്ങനെയാണ് ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട്. ചില റാഷണൽ നമ്പേഴ്സ് ഇപ്പോൾ 1/√2 എന്ന് പറയുന്നത് എനിക്കതിൻ്റെ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്ത് √2/2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്കൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വലൻറ്റ് ഫോം റാഷണലൈസ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ റാഷണൽ നമ്പേഴ്സ് റാഷണലൈസ് ചെയ്യാനായിട്ടും ഡിനോമിനേറ്ററിൽ റാഷണൽ നമ്പർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററിൽ റാഷണൽ നമ്പർ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് റാഷണലൈസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ റാഷണൽ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നത്. അതിൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടി മെയിനായിട്ട് നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, സർക്കിളാണ്. സർക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കിളിലെ മെഷർമെൻറ്റ്സും പാർട്സ് ഓഫ് സർക്കിൾസും അറിഞ്ഞിരിക്കണം. സർക്കിളിലെ മെയിനായിട്ട് റേഡിയസ് എന്താണ്, ഡയമീറ്റർ എന്താണ്, അതിൻ്റെ കോഡ് എന്താണ്, സെക്ടർ എന്താണ്, സെഗ്മെൻറ്റ് എന്താണ്, അതിൽ കുറേ ടെർമിനോളജീസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഓരോ ടെർമിനോളജീസും എന്താണ് മീൻ ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ മെയിനായിട്ട് അറിഞ്ഞത്. സർക്കിളിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, കുറച്ചധികം പ്രോപ്പർട്ടീസ് സർക്കിളിലുണ്ട്. സർക്കിൾ റിലേറ്റഡ് ആയിട്ട് ആംഗിൾസിൻ്റെ സർക്കിളുണ്ട്. ഒരു സെഗ്മെൻറ്റിൽ ആംഗിൾസ് സെയിം ആണ്. ഒരു ഹാഫ് സർക്കിളിലെ ആംഗിൾ, ഡയഗണൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ, അതിൻ്റെ പ്രത്യേകത എന്താണ്, നമുക്കറിയാം അതൊരു 90 ഡിഗ്രി ആയിരിക്കുമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സർക്കിളിൻ്റെ അകത്തുള്ള ആംഗിൾസിനെ കുറിച്ച് ഒരു ധാരണ വേണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വേണമെങ്കിൽ പറയാവുന്നതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ചിലപ്പോൾ ഇൻക്ലൂഡഡ് ആയിരിക്കാം. ഇൻക്ലൂഡഡ് ആണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇത് ഈ ഒരു സർക്കിളിൻ്റെ ടോപ്പിക്കിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ്. ബിക്കോസ് അത് സർക്കിളിലെ ആംഗിൾസുമായിട്ട് റിലേറ്റ് ചെയ്തും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രത്യേകതകളും ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കേണ്ടതാണ്. 6th വൺ, സർഫസ് ഏരിയ ആൻഡ് വോളിയം. നമുക്ക് 3D ഷേപ്പിൻ്റെ സർഫസ് ഏരിയ ആൻഡ് വോളിയം ആണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്ന 3D ഷേപ്സ് എന്ന് പറയുന്നത് ക്യൂബ്, ക്യൂബോയിഡ്, സിലിണ്ടർ, കോൺ, സ്ഫിയർ. ഈ 5 ഷേപ്സിൻ്റെ സർഫസ് ഏരിയ കാണാനും വോളിയം കാണാനും നമുക്ക് ഫോർമുലയുണ്ട്. അത് വെച്ചിട്ട് ഇതെല്ലാം കണ്ടുപിടിക്കാൻ അറിയണം. അത് കമ്പയർ ചെയ്യാൻ ചോദിക്കും. ഇതിലെ മെഷർമെൻറ്റ്സ് ഡിഫറൻറ്റ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വോളിയത്തിന് എഫക്റ്റ് ചെയ്യുക, അതിനെ എങ്ങനെയാണ് സർഫസ് ഏരിയനെ എഫക്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. കമ്പയർ ചെയ്യാൻ അറിയണം. ഇപ്പോൾ സർക്കിളിൻ്റെയും സ്ഫിയറിൻ്റെയും സിലിണ്ടറിൻ്റെയും എല്ലാം വോളിയം ഇത്ര റേഷ്യോയിലൊക്കെ തന്നിട്ട് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമുക്ക് മുൻപ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച റേഷ്യോയും പ്രപ്പോർഷനും പെർസെൻറ്റേജും എല്ലാം എവിടെയും വരാം, ഇവിടെയും വരാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻസിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. 7th ടോപ്പിക് എന്ന് പറയുന്നത് ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾസ് നമുക്കറിയാം ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്. ബേസ്ഡ് ഓൺ സൈഡ്സ് ആൻഡ് ബേസ്ഡ് ഓൺ ആംഗിൾസ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, സ്കെയിലിൻ ട്രയാങ്കിൾ ഉണ്ട്, ഐസോസ്ലസ് ട്രയാങ്കിൾ ഉണ്ട്. അതുപോലെ തന്നെ ഒബ്റ്റ്യൂസ്, അക്യൂട്ട് ആൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ബേസ്ഡ് ഓൺ ആംഗിൾസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആംഗിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ട്രയാങ്കിൾസിനുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് അറിയണം. നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി ഉണ്ട്, എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ പൈതഗോറസ് തിയറം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ മാത്രമായിട്ട് വരുന്നുണ്ട്. കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് കോൺഗ്രുവൻസ് ചെക്ക് ചെയ്യുന്നത്, നമുക്ക് SAS, SSS, ASA എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റൂളുകളുണ്ട് കോൺഗ്രുവൻസ് ചെക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അപ്പോൾ കോൺഗ്രുവൻസ് എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രയാങ്കിൾസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് അറിയാം. നമുക്ക് ഹാഫ് BH എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ സെർട്ടൻ കൈൻഡ് ഓഫ് ഇക്വേഷൻസ്, ഒന്നിലധികം ഇക്വേഷൻസ് നമുക്ക് എന്തുണ്ട്, ഫോർമുലയുണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട്. ഈ ഏരിയ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസും ഇതിൽ ചോദിക്കാവുന്നതാണ്. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ടോപ്പിക്, ക്വാഡ്രിലാറ്ററൽസ്. നമുക്ക് ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഏതൊക്കെ ടൈപ്പാണ്? പാരലലോഗ്രാം ഉണ്ട്, ട്രപ്പീസിയം ഉണ്ട്, ആൻഡ് ദെൻ റോംബസ്. റോംബസ് ഒരു ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററാണ്. റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയർ കൂടി ഉണ്ട്. അത് ബേസിക്കായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നത് കൊണ്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അത് നിങ്ങൾക്ക് ചോദിച്ചാലും തെറ്റില്ല, ബിക്കോസ് യു നോ ദീസ് റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയർ. അതിൻ്റെയൊക്കെ ഏരിയ കാണാനും പെരിമീറ്റർ കാണാനും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പാരലലോഗ്രാമിൻ്റെയും റോംബസിൻ്റെയും ട്രപ്പീസിയത്തിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി എന്താണ്, അവിടെ എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, അതിന് ഡയഗണൽസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അതിൻ്റെ സൈഡ്സ് എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതിൻ്റെ മെഷർമെൻറ്റ്സ് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ഇതിൻ്റെ എല്ലാം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്, അത് തമ്മിലുള്ള റിലേഷൻസ്
റോംബസ് ആവട്ടെ, ട്രപ്പേസിയം ആവട്ടെ, ആൻഡ് പാരലലോഗ്രാം ആവട്ടെ, ഇതിൻ്റെയൊക്കെ ഏരിയ എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഡയഗണൽസ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നതിന് വരുന്നത്. ഇതിനോട് ചേർത്ത് സർക്കിളിൽ നമ്മൾ പറഞ്ഞ സൈക്ലിക് ക്വാഡ്രിലാറ്ററലും കൂടി മൈൻഡിൽ വേണം. അതുകൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് 9th മാത്തമാറ്റിക്സ് സിലബസിലുള്ളത്. നമുക്ക് ഇച്ചിരി വാസ്റ്റായിട്ട് എന്നാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സിലബസാണ്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് വെറൈറ്റി ഓഫ് ടോപ്പിക്സ് അല്ല, നമുക്ക് കോറായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ സ്റ്റേറ്റ് ICSE ആൻഡ് CBSE സ്റ്റുഡൻസ് പഠിക്കുന്ന എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും പഠിക്കാൻ പറ്റും. സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്കിതൊക്കെയാണ്. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് AX + BY = 1 and BX - AY = 1 has a unique solution. Which of the following must be true? നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു കൺസെപ്റ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. യുണീക്ക് സൊല്യൂഷൻ വരണമെങ്കിൽ ഇതിൻ്റെ എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കണം, അതാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇൻ എ റോംബസ് one diagonal is 24 cm and the other is 10 cm. Find the length of a side of the rhombus. സോ റോംബസിൻ്റെ ഡയഗണൽസിൻ്റെ പ്രത്യേകതയുണ്ട്. അത് ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്, അത് തമ്മിൽ ആംഗിൾ എങ്ങനെയാണ്, അതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. ഈ 2 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വീടുകളിൽ ട്രൈ ചെയ്യാതെ നോക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നിങ്ങൾ പഠിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ എവ്രി വൺ. താങ്ക് യു.